അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും ഏതൊക്കെ കിട്ടും. അതിന്റെ മേളിൽ പറഞ്ഞുണ്ട്, തിന്നും എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ഇനി ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെ ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അപ്പോഴെന്താണ്, ദൈവത്തെ അറിയാതിരിക്കുന്ന ഒരു വ്യക്തി നാളെ പറ്റി ഭാരങ്ങളുള്ളവരാണ്. അല്ല, അപ്പനില്ലാത്തൊരു കുഞ്ഞ് എപ്പോഴും ആകുലനാണ്. പക്ഷെ സമ്പന്നനും തന്നെ സ്നേഹിക്കുന്നവരായിരിക്കുന്ന ഒരു അപ്പന്റെ കരുണയിൽ ജീവിക്കുന്ന ഒരു മകന് നാളെ പറ്റി ഭാരമില്ല. കാരണം അപ്പൻ അതെല്ലാം കൊടുക്കുമല്ലോ എന്നവണ്ണമാണ്. കാരണം ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആകുലതകൾ മാറുകയാണ്. എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള വിചാരം മാറിപ്പോയി. എൻ്റെ പിതാവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം പറഞ്ഞു, മോനെ, ആരെങ്കിലും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവത്തെ അപ്പം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ നല്ലൊരു സഹായകനെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്തൊടുക്കും, ഈ വിഷയത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളവരാണ്. ഇപ്പം നമുക്ക് എന്തൊന്നും ആവശ്യമില്ല. നമുക്ക് ഉണ്ണാനും കൊടുക്കാനും ധരിക്കാനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുണ്ട്. നമ്മൾ പാടാറുണ്ടല്ലോ ഒരു പാട്ടുണ്ട്, പിന്നെ അല്ല, അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ ചൊരിഞ്ഞു. നോക്കിക്കേ, ഇപ്പോഴെന്താണ്, എത്ര ഉണ്ട് ഉടുക്കാൻ, മാറി ഉടുക്കാൻ എന്തുണ്ട്? അതില്ലാതിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിതാവിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുന്ന അപ്പൻ, ആത്മീയ വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ ഭൗതിക വിഷയങ്ങളും ശ്രദ്ധയോടെ പരിപാലിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് എടുക്കാം.